Good morning, I am Preeta from Ave Maria Academy, Ettumanur. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET ലെറ്റർ റൈറ്റിംഗിലെ റിലേറ്റീവ് പ്രൊനൗണിൻ്റെ യൂസിനെ പറ്റിയിട്ടാണ്. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആയ ഹൂ എന്ന വാക്ക് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. പ്രൊനൗൺ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രൊനൗൺസ്. അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് ഓരോ തവണയും റിപ്പീറ്റ് ചെയ്ത് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പേര് ഇങ്ങനെ എഴുതി വരുന്നതിന് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ ഹീ അല്ലെങ്കിൽ ഷീ, ദേ ഇതൊക്കെയാണ് പ്രൊനൗൺസ്. റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിലേറ്റീവ് പ്രൊനൗൺ. അതായത് ഒരു നൗണിന് പകരമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിന് പകരമായിട്ടോ ഉള്ള രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഹൂ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഒരു എക്സാമ്പിൾ, മിസ്സസ് മാർട്ടിൻ ഇസ് എ വിഡോ. She lives alone in her own house. അപ്പോൾ ഇത് രണ്ട് സെൻറ്റൻസുകളുണ്ട്. മിസ്സസ് മാർട്ടിൻ ഇസ് എ വിഡോ. രണ്ടാമത്തെ സെൻറ്റൻസ് ഷീ ലീവ്സ് ഇൻ ഹെർ ഓൺ ഹൗസ്. അപ്പോൾ ഇവിടെ ഷീ എന്ന് പറയുന്നത് നമ്മൾ ഈ മിസ്സസ് മാർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ആണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് നമ്മൾ എങ്ങനെ റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മിസ്സസ് മാർട്ടിൻ ഇസ് എ വിഡോ ഹു ലീവ്സ് ഇൻ ഹെർ ഓൺ ഹൗസ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിനി വേറൊരു എക്സാമ്പിൾ നോക്കാം. അതിനകത്ത് എങ്ങനെയാണ് ഈ റിലേറ്റീവ് പ്രൊനൗൺ വർക്ക് ആകുന്നതെന്ന്. അതായത് മിസ്റ്റർ മാത്യു ഹാസ് ബീൻ സഫറിംഗ് from hair loss and was referred to a trichologist who prescribed steroid. ഇവിടെ നമ്മൾ ഹൂ എന്ന് യൂസ് ചെയ്തിരിക്കുന്നതാണ് റിലേറ്റീവ് പ്രൊനൗൺ. ഇത് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഈ ട്രൈക്കോളജിസ്റ്റിനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയത്തില്ല അത് മെയിലാണോ അല്ലെങ്കിൽ ഫീമെയിൽ ആണോ എന്നുള്ളത്. അപ്പോൾ ഷീ എന്നാണോ ഹീ എന്നാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ട്രൈക്കോളജിസ്റ്റ് ആണ് സ്റ്റിറോയിഡ് പ്രിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഹീ പ്രിസ്ക്രൈബ്ഡ് സ്റ്റിറോയിഡ് എന്നോ അല്ലെങ്കിൽ ഷീ പ്രിസ്ക്രൈബ്ഡ് സ്റ്റിറോയിഡ് എന്നോ പറയുന്നതിന് പകരം ജസ്റ്റ് നമുക്ക് റിലേറ്റീവ് പ്രൊനൗണിൽ ഹൂ യൂസ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ആ ഒരു മെയിലാണോ ഫീമെയിൽ ആണോ, അപ്പോൾ അല്ലെങ്കിൽ ഹീ ആണോ ഷീ ആണോ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രോബ്ലം അല്ലെങ്കിൽ കൺഫ്യൂഷൻ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടുള്ള ഹൂവിൻ്റെ യൂസേജ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.